ഹായ് ഹലോ നമസ്കാരം. കൈലിൻ ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡിസംബർ 1-2 കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കറിയാം VFA പോലുള്ള എക്സാമുകൾ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഡിഗ്രി ലെവലായാലും 10th ലെവലായാലും അതിലൊക്കെ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എത്രയും എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പറിലുള്ള വാർത്തകൾ ന്യൂസുകൾ വായിച്ച് മനസ്സിലാക്കുന്നതിൽ കൂടി നമുക്ക് നല്ലൊരു മാർക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തുനിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഒരു ടെസ്റ്റ് ആണ്. എന്താണ് അതിന്റെ പേര്? സ്യൂഡോ വൈറസ് ന്യൂട്രലൈസേഷൻ ടെസ്റ്റ് എന്നാണ് പേര്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ പേവിഷബാധക്കെതിരെയുള്ള വാക്സിന്. നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ എന്തുണ്ടാകും? വളർത്ത് മൃഗങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ പേവിഷബാധക്ക് എതിരെയുള്ള വാക്സിൻ എടുത്ത ശേഷം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രക്തം പരിശോധിച്ച് വാക്സിൻ ഫലപ്രദമാണോ എന്നറിയാനുള്ള ടെസ്റ്റാണ് ഇത് സ്യൂഡോ വൈറസ് ന്യൂട്രലൈസേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം തോന്നയ്ക്കലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. മറന്നു പോകരുത്, എവിടെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? തിരുവനന്തപുരം തോന്നയ്ക്കലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതേപോലെ അതിൻ്റെ കൂടെ പഠിച്ചു വെക്കേണ്ട മറ്റൊരു വ്യക്തിയാണ് ഡോക്ടർ ഇ ശ്രീകുമാർ. ആരാണ് ഡോക്ടർ ഇ ശ്രീകുമാർ? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിലെ ഡയറക്ടറാണ് ഡോക്ടർ ഇ ശ്രീകുമാർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ അടുത്ത പോയിന്റ്, വിരാട് കോഹ്ലി. ഇത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ് ആണ്. വിരാട് കോഹ്ലി 52 സെഞ്ചുറി നേടിയിട്ട് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. എന്തിലാണ്? ക്രിക്കറ്റിലെ ഒരു ഫോർമാറ്റിൽ മാത്രം ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരം എന്നുള്ള റെക്കോർഡാണ് വിരാട് കോഹ്ലി കരസ്ഥമാക്കിയിട്ടുള്ളത്. 51 സെഞ്ചുറിയാണ് സച്ചിന്റെ പേരിലുള്ളത്. ഇപ്പൊ 2ാം സ്ഥാനത്ത് സച്ചിനാണ്. എവിടെയാണ് ഫോർമാറ്റ് നടന്നത്? ദക്ഷിണാഫ്രിക്കയിലാണ്. എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായിട്ട് റാഞ്ചിയിൽ നടന്ന ടെസ്റ്റ് ഫോർമാറ്റിലാണ് കോഹ്ലി 52 സെഞ്ചുറി നേടിയതിനു ശേഷം സച്ചിന്റെ റെക്കോർഡ് മറികടന്നിട്ടുള്ളത്. ഓക്കെ ആണോ? അടുത്തത് INS മാഹി. എന്താണ് INS മാഹി? പറഞ്ഞേ. അന്തർവാഹിനികളെ നേരിടാൻ ശേഷിയുള്ള പുതിയ കപ്പലാണ് അല്ലേ? ഇന്ത്യയുടെ പുതിയ കപ്പലാണ്. തദ്ദേശീയമായി നിർമ്മിച്ച അന്തർവാഹിനികളെ നേരിടാൻ ശേഷിയുള്ള പുതിയ കപ്പലാണ് INS മാഹി എന്ന് പറയുന്നത്. അതിന്റെ ചിത്രത്തിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ഉറുമി. എന്താണ് അതിന്റെ ചിഹ്നത്തിൽ ഉറുമി കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഭാഗ്യചിഹ്നം. എന്താണ് ഭാഗ്യചിഹ്നം? ചീറ്റയാണ്. എന്താണ്? ഭാഗ്യചിഹ്നം ചീറ്റയാണ്. അതേപോലെ ആപ്തവാക്യം എന്ന് പറയുന്നത് വേട്ടക്കാരൻ എന്നുള്ളതാണ് കേട്ടോ. എവിടെയാണ് നിർമ്മിച്ചത്? കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലാണ്. എവിടെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ്, ഇന്ത്യൻ നേവി മാരിടൈം മ്യൂസിയം എവിടെയാണ്? ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ. ഫോർട്ട് കൊച്ചിയിലെ INS ദ്രോണാചാര്യാണ് ഇന്ത്യൻ നേവി മാരിടൈം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണോ? അടുത്തത് ട്രീസ ഗായത്രി. 2 പ്ലെയേഴ്സ് ആണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ട പ്ലെയേഴ്സ് ആണെന്ന് അറിയോ? പറഞ്ഞേ. ട്രീസയും ഗായത്രിയും ബാഡ്മിന്റൺ താരങ്ങളാണ് അല്ലേ? എന്താണ്? ബാഡ്മിന്റൺ താരങ്ങളാണ്. സയ്യിദ് മോദി 300 ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പില് വുമൺ ഡബിൾസില് വിന്നേഴ്സ് ആയിട്ടുള്ള 2 പ്ലെയേഴ്സ് ആണ് ആര്? ട്രീസയും അതേപോലെ തന്നെ ഗായത്രിയും. അതിൽ ട്രീസ മലയാളിയാണ് കേട്ടോ. ആരാണ്? ട്രീസ മലയാളിയാണ്. എവിടെയാണ്? സയ്യിദ് മോദി 300 ബാഡ്മിന്റൺ വുമൺ ഡബിൾസിലെ വിന്നേഴ്സ് ആയിട്ടുള്ള ടീമാണ് ട്രീസ ആൻഡ് ഗായത്രി ടീം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് എന്താണ്? ലോക് ഭവൻ. നമ്മുടെ ഗവർണറുടെ ഔദ്യോഗിക വസതിയുടെ പേരെന്തായിരുന്നു? രാജ്ഭവൻ ആയിരുന്നു അല്ലെ? അപ്പോൾ ആ രാജ്ഭവൻ എന്നുള്ള പേര് പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. എന്താണ്? ലോക് ഭവൻ എന്നാക്കിയിട്ടുണ്ട്. എന്താണ്? രാജ്ഭവൻ. നമ്മുടെ ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ നെയിമാണെന്ത്? ലോക് ഭവൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്ഭവന് ലോക് ഭവൻ എന്നുള്ള പുതിയ പേര് സ്വീകരിച്ചതിന് ശേഷം അവിടെ താമസിക്കാൻ എത്തുന്ന ആദ്യത്തെ അതിഥി നമ്മുടെ രാഷ്ട്രപതി ആയിട്ടുള്ള ദ്രൗപദി മുർമു ആണ് കേട്ടോ. ആരാണ്? ദ്രൗപദി മുർമു ആണ്. എന്താണ്? നമ്മുടെ ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ നെയിമാണ് പുനർനാമകരണം ചെയ്തിട്ടുള്ള എന്താണ്? ലോക് ഭവൻ എന്നാണ്. അവിടെ നെയിം ചേഞ്ച് ചെയ്തതിന് ശേഷം അവിടെ താമസിക്കാൻ എത്തുന്ന ആദ്യത്തെ അതിഥിയാണ് ആര്?
ദ്രൗപദി മുർമു. രാജ്ഭവനിൽ അവസാനമായി താമസിച്ച അതിഥി നമ്മുടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ്. അപ്പോൾ നെയിം ചേഞ്ച് ചെയ്യുന്നതിന്റെ മുമ്പേ രാജ്ഭവനിൽ അവസാനമായി താമസിച്ച അതിഥി എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ്. ആരായിരുന്നു നമ്മുടെ കേരള ഗവർണർ? ആരായിരുന്നു? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് കേട്ടോ. ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. അടുത്തത് ഡോക്ടർ ബ്രൂണോ ഡൊമിനിക് നസ്രത്ത്. ആരാണ്? അക്കാദമിക് നേതൃത്വ മികവിനുള്ള ജവഹർലാൽ നെഹ്റു അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ആര്? ഡോക്ടർ ബ്രൂണോ ഡൊമിനിക് നസ്രത്ത് എന്ന് പറയുന്നത്. ആരാണ്? അക്കാദമിക് നേതൃത്വ മികവിനുള്ള ജവഹർലാൽ നെഹ്റു അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ഡോക്ടർ ബ്രൂണോ ഡൊമിനിക് നസ്രത്ത് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ദേശീയ തലത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകി വരുന്ന സംഭാവനകൾ പരിഗണിച്ചാണ് ഈ അവാർഡ് നൽകുന്നത്. എന്തിനാണ്? ദേശീയ തലത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകി വരുന്ന സംഭാവനകൾ പരിഗണിച്ചാണ് ഈ അവാർഡ് നൽകുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് MS മോഹനചന്ദ്രൻ. MS മോഹനചന്ദ്രൻ നമ്മുടെ കേരള കാർട്ടൂൺ അക്കാദമി വിശിഷ്ട അംഗത്വം നൽകി ആദരിച്ച വ്യക്തി. ഈയിടെ നമ്മുടെ കേരള കാർട്ടൂൺ അക്കാദമി വിശിഷ്ട അംഗത്വം നൽകി ആദരിക്കുന്ന വ്യക്തി, അതല്ലെങ്കിൽ ആദരിച്ച വ്യക്തിയാണ് ആര്? MS മോഹനചന്ദ്രൻ എന്ന് പറയുന്നത്. ആരാണ്? MS മോഹനചന്ദ്രൻ. കേരള കാർട്ടൂൺ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം നൽകി ആദരിക്കപ്പെട്ട വ്യക്തിയാണ് MS മോഹനചന്ദ്രൻ എന്നുള്ളത് ഓർത്തു വെക്കുക. അടുത്തത് മറ്റൊരു സ്പോർട്സ് ന്യൂസ് ആണ്. നമ്മുടെ ഹരിയാനയിൽ നടന്ന അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്, അതിൽ ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ കേരളം ഓവറോൾ കിരീടം നേടിയിട്ടുണ്ട്. എവിടെയാണ് നടന്നത്? ഹരിയാനയിൽ നടന്ന ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ ഓവറോൾ കിരീടം നമ്മുടെ കേരളത്തിനാണ്. രണ്ടാം സ്ഥാനം ഹരിയാനയാണ്. ആരാണ്? രണ്ടാം സ്ഥാനം ഹരിയാനയാണ്. മൂന്നാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ദേശീയ സ്കൂൾ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് വേദി? ഹരിയാനയാണ്. ഓവറോൾ കിരീടം നേടിയത് കേരളമാണ്. രണ്ടാം സ്ഥാനം ഹരിയാന, ദെൻ മൂന്നാം സ്ഥാനം മഹാരാഷ്ട്രയാണ് കേട്ടോ. അത്രയാണ് ഡിസംബർ 1 കറണ്ട് അഫേഴ്സ് വരുന്നത്. ഇനി നമുക്ക് ഡിസംബർ 2 കറണ്ട് അഫേഴ്സ് നോക്കാം. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? അർമാൻ ഡ്യൂപ്ലന്റിസ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ആരാണ്? ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്? പോൾ വാൾട്ട് താരമാണ് അല്ലെ. ഏതാണ്? പോൾ വാൾട്ട് താരമാണ്. സ്വീഡന്റെ എന്താണ് പേര്? അർമാൻ ഡ്യൂപ്ലന്റിസ് ആണ്. സ്വീഡന്റെ താരമാണ്. പോൾ വാൾട്ട് ആണ് അദ്ദേഹത്തിന്റെ കായിക ഇനം എന്ന് പറയുന്നത്. ലോക അത്ലറ്റിക്സ് ഫെഡറേഷന്റെ അത്ലറ്റ്സ് ഓഫ് ദി ഇയർ 2025 ലഭിച്ചത് ആർക്കാണ്? അർമാൻ ഡ്യൂപ്ലന്റിസിനാണ് കേട്ടോ. ആർക്കാണ്? അർമാൻ ഡ്യൂപ്ലന്റിസിനാണ് ലഭിച്ചിട്ടുള്ളത്. എന്താണ്? 2025 ലോക അത്ലറ്റിക്സ് ഫെഡറേഷന്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരമാണ് അർമാൻ ഡ്യൂപ്ലന്റിസിന് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ. അടുത്തത് മറ്റൊരു വ്യക്തിയാണ് കവിത കൃഷ്ണമൂർത്തി. പേര് പോലെ തന്നെ കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. സത്കലാപീഠം ഏർപ്പെടുത്തിയ സത്കലാരത്ന പുരസ്കാരം നേടിയ സംഗീതജ്ഞയാണ് ആര്? കവിത കൃഷ്ണമൂർത്തി. ആരാണ്? സത്കലാപീഠം ഏർപ്പെടുത്തിയ സത്കലാരത്ന പുരസ്കാരം നേടിയ സംഗീതജ്ഞയാണ് കവിത കൃഷ്ണമൂർത്തി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് 4 ബാങ്കുകളെ പേരാണ്. ഏതൊക്കെയാണ്? SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, ദെൻ ബാങ്ക് ഓഫ് ബറോഡ. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം 4 പൊതുമേഖലാ ബാങ്കുകളാണ് അല്ലെ. അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ പുതിയ ലയന പദ്ധതി പ്രകാരം പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം ഈ 4 എണ്ണമായിട്ട് ചുരുങ്ങും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? നമ്മുടെ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ പുതിയ ലയന പദ്ധതി പ്രകാരം പൊതുമേഖലാ ബാങ്കുകൾ ഇനി ഈ 4 എണ്ണായിരിക്കും. ഏതാണ്? SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ, ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പൊ മറ്റുള്ള ബാങ്കുകൾ, നിലവിൽ 12 പൊതുമേഖലാ ബാങ്കുകളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പൊ ഈ 12 പൊതുമേഖലാ ബാങ്കുകളും എന്ത് ചെയ്യും? ഈ 4 ബാങ്കുകളിലേക്ക് ലയിക്കാൻ പോവാണ്. ഓക്കെ ആണോ? അടുത്തത് ഡിജിറ്റൽ സർവേ എന്നാണ് ആരംഭിച്ചത്? 2022 നവംബർ 1 അല്ലെ. ആരാണ്? നമ്മുടെ റവന്യൂ മന്ത്രി ആരായിരുന്നു? K. രാജനാണ്. അപ്പൊ എന്താണ് പഠിച്ചത്? സംസ്ഥാനത്തെ ഡിജിറ്റൽ റീസർവേ എന്നാണ് ആരംഭിച്ചത്? 2022 നവംബർ 1 കേട്ടോ. എന്നാണ്? 2022 നവംബർ 1 സംസ്ഥാനത്തെ ഡിജിറ്റൽ റീസർവേ. ഡിജിറ്റൽ സർവേ അല്ല, ഡിജിറ്റൽ റീസർവേ ആണ് കേട്ടോ. അടുത്ത നമ്മുടെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം എവിടെയാണ്? കൊച്ചിയിലാണ് അല്ലെ.
അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസാണ്. രാജ്യത്തെ ഏറ്റവും വലിയ കടൽ പായൽ വ്യവസായ സംഗമങ്ങളിൽ ഒന്നായ 7ാമത് ഇന്ത്യ ഇന്റർനാഷണൽ കടൽ പായൽ എക്സ്പോയും ഉച്ചകോടിയും നടക്കുന്നത് നമ്മുടെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമായ എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. എവിടെയാണ്? കൊച്ചിയിലാണ്. എന്താണ് പറഞ്ഞത്? രാജ്യത്തെ ഏറ്റവും വലിയ കടൽ പായൽ വ്യവസായ സംഗമങ്ങളിൽ ഒന്നായ 7ാമത് ഇന്ത്യ ഇന്റർനാഷണൽ കടൽ പായൽ എക്സ്പോയും അതേപോലെ ഉച്ചകോടിയും നടക്കുന്നത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമായ കൊച്ചിയിലാണ്. ഓക്കെ, കൊച്ചിയിലുള്ള കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലാണ്. ഓക്കെ ആണോ? അടുത്തതൊരു പക്ഷിയുടെ പേരാണ്. എന്താണ്? യൂറേഷ്യൻ ഹൂപ്പോ. ഏത് രാജ്യത്തിലെ പക്ഷിയാണെന്നറിയോ? ഇസ്രായേലിന്റെ ദേശീയ പക്ഷിയാണ്. ഏതാണ്? ഇസ്രായേലിന്റെ ദേശീയ പക്ഷിയാണ് യൂറേഷ്യൻ ഹൂപ്പോ എന്ന് പറയുന്നത്. അത് 2025 ഡിസംബറിൽ നമ്മുടെ കേരളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഒരു സ്ഥലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. എവിടെയാണ്? മഞ്ഞപ്രയിലാണ് കേട്ടോ. എവിടെയാണ്? കേരളത്തിലെ മഞ്ഞപ്ര എന്ന സ്ഥലത്ത് ഇസ്രായേലിന്റെ ദേശീയ പക്ഷിയായ യൂറേഷ്യൻ ഹൂപ്പോയെ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്തത് ഒരു ആപ്ലിക്കേഷൻ ആണ് സഞ്ചാർ സാരഥി. സഞ്ചാർ സാരഥി ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സൈബർ സുരക്ഷാ ആപ്പ് വികസിപ്പിച്ച സഞ്ചാർ സാരഥി ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ടെലികോം വകുപ്പ് വികസിപ്പിച്ച ഒരു സൈബർ സുരക്ഷാ ആപ്പാണ്. എന്താണ്? നമ്മുടെ ടെലികോം വകുപ്പ് വികസിപ്പിച്ച ഒരു സൈബർ സുരക്ഷാ ആപ്പാണ് സഞ്ചാർ സാരഥി എന്ന് പറയുന്നത്. എല്ലാ പുതിയ മൊബൈൽ ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യാൻ ഉത്തരവിറക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ആപ്പിന്റെ ഉപയോഗങ്ങൾ എന്ന് വെച്ചാൽ വ്യാജ ഹാൻഡ്സെറ്റുകൾ, അതുപോലെ ഒന്നിലധികം ഫോണുകളിൽ ഒരേ IMEI നമ്പർ ഉപയോഗിക്കൽ, അതേപോലെ വ്യാജ സിം കാർഡ്, വ്യാജ കണക്ഷനുകൾ തുടങ്ങിയ തട്ടിപ്പുകൾ തടയാനും അതേപോലെ നഷ്ടപ്പെട്ട ഫോണുകൾ ട്രാക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എല്ലാ പുതിയ മൊബൈൽ ഫോണുകളിലും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവിറക്കിയ ടെലികോം വകുപ്പ് വികസിപ്പിച്ച ഒരു സൈബർ സുരക്ഷാ ആപ്പാണ് എന്ത്? സഞ്ചാർ സാരഥി എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? സഞ്ചാർ സാരഥി എന്നുള്ള ആപ്പാണ് കേട്ടോ. അടുത്തത് റേജ് ബെയ്റ്റ്. നമ്മൾ കേൾക്കാത്ത ഒരു വാക്കാണ് അല്ലേ? അതേപോലെ എന്താണ്? 2025 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വാക്കാണ് എന്ത്? റേജ് ബെയ്റ്റ് എന്ന് പറയുന്നത്. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് നിഘണ്ടുവിന്റെ പ്രസാധകരായിട്ടുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 2025 വാക്കായിട്ട് തിരഞ്ഞെടുത്ത വാക്കാണ് എന്ത്? റേജ് ബെയ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, 2025 ഇത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. 2002 ഇതേപോലെ യൂസ്നെറ്റിലെ ഒരു പോസ്റ്റിൽ റേജ് ബെയ്റ്റ് എന്ന വാക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ 2025 എന്ത്? ഈ വാക്കിനെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ഓക്കെ ആണോ? അടുത്തത് ഒരു സൈനിക അഭ്യാസ പ്രകടനത്തിന്റെ വേദിയാണ് ശംഖുമുഖം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തുള്ള ശംഖുമുഖത്ത് എന്താണ് നടക്കുന്നത്? നമ്മുടെ നാവിക സേന ദിനാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന നാവികസേനയുടെ സൈനിക അഭ്യാസ പ്രകടനത്തിന്റെ വേദിയാണ് ഇവിടെ ശംഖുമുഖം തിരുവനന്തപുരം എന്ന് പറയുന്നത്. സൈനിക അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണെന്ത്? INS വിക്രാന്ത് എന്ന് പറയുന്നത്. എന്താണ്? INS വിക്രാന്ത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ്. ഈ സൈനിക അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഡിസംബർ 1, 2 കറണ്ട് അഫേഴ്സ് വരുന്നത്. അപ്പൊ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ക്ലാസ് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.